റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗിലേക്ക് നമ്മൾ പോകുന്നു. IAS ചേരിപ്പോരിനെ തുടർന്ന് ഫയലിൽ ഒപ്പിടാൻ N പ്രശാന്തിനെ വിലക്കിക്കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഒപ്പിട്ട നോട്ട് പുറത്തായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? പ്രശാന്തിന് ഫയൽ സമർപ്പിക്കരുതെന്നും കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയതിലക് IASന്റെ ഓഫീസ് ഓർഡർ റിപ്പോർട്ടറിന് ലഭിച്ചു. 2024 മാർച്ച് 7-നാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായും വകുപ്പ് മന്ത്രി അറിയാതെയുമാണ് ഈ അസാധാരണമായ നിർദ്ദേശം. അത്രയും വേണം കുറച്ച് കടുപ്പത്തിൽ. TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ജയതിലകും പ്രശാന്തും തമ്മിലുള്ള ഈ കൊമ്പ് കോർക്കൽ എനിക്ക് തോന്നുന്നു 2023 മാർച്ച് മാസം മുതലെങ്കിലും തുടങ്ങിയതാവണം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. അതിന്റെ തുടർച്ചയായിട്ടാവാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നോട്ട് കുറിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു നോട്ടൊക്കെ കുറിക്കാൻ പറ്റുമോ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്? താഴത്തെ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫയൽ കാണേണ്ടെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഈ ജയതിലകിനെ പോലുള്ളവർക്കുള്ളത്? TV പ്രസാദ്, തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.